ഈ ബൈപ്പാസിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതും സ്റ്റീൽ സ്ട്രക്ചറിൽ പൊങ്ങുവാണ്. അതെ. അവിടെ എനിക്ക് തോന്നുന്നു ആകപ്പാടെ കുറച്ച് UPVC വർക്കുകളും സ്റ്റീൽ സ്ട്രക്ചർ മാത്രമായിട്ട് പോവാണ്. അതെ അതെ. അതെങ്ങനെയാണ് ആ ലോകത്തിന്റെ മാറ്റത്തെ ഒരു ആർക്കിടെക്ട് എന്ന രീതിയിൽ നോക്കിക്കാണുന്നത്? സ്റ്റീൽ സ്ട്രക്ചേഴ്സ് പണിത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജും അതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയാം. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഫാസ്റ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ നടക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഇത് പൊളിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അഴിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. എപ്പോൾ വേണമെങ്കിലും മൂവബിൾ ആണ്. മൂന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ നോർമലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു വീടുകൾ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും ആ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള മെറ്റീരിയൽസിൽ നമുക്ക് ഡിമോളിഷ് ചെയ്ത്, ഇപ്പം സിമെൻറ്റും കട്ടയും ചെയ്ത് ഫാബ്രിക് അങ്ങനെ ചെയ്തെടുക്കുന്ന മെഷനറി വർക്കായിട്ട് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ നമുക്ക് ഡിമോളിഷ് ചെയ്ത് വേസ്റ്റ് ആയിട്ട് കളയാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ മെറ്റൽ ആയതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നത് പോലെ തന്നെ മെറ്റലിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്രിസിയേഷൻ ഒരിക്കലും ഉണ്ടാവത്തില്ല കമ്പയർഡ് ടു കോൺക്രീറ്റ് സ്ട്രക്ചർ. ഇതിൻ്റെ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡ്രോയിങ്ങും പ്ലാനിങ്ങും ഇല്ലാതെ എക്സിക്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കെയിൽ വളരെ ഹൈ ആവും, കൺസ്ട്രക്ഷൻ കോസ്റ്റും വളരെ ഹൈ ആണ്. എന്ന് വെച്ചാൽ നോർമൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കോസ്റ്റ് ഹൈ ആണ് ഈ മെറ്റൽ ആയതുകൊണ്ട്, മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പർ പ്ലാനിങ്ങും പ്രോപ്പർ ലേഔട്ടും ഇല്ലാതെ കൃത്യമായിട്ട് അത് പ്രോപ്പറായിട്ട് ഒരു ആർക്കിടെക്റ്റിൻ്റെ എഞ്ചിനീയറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാതെ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് കൂടുതൽ കോസ്റ്റ് ഇതിനകത്ത് കൈ പൊള്ളും.